അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങൾക്ക് മുമ്പുണ്ടായ സമുദായത്തിൽ മുഹദ്ദിഥൂൻ ഉണ്ടായിരുന്നു, അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ സംഭവിക്കുന്നതിന് മുമ്പേ അത് വരും എന്ന് പറയാൻ കഴിവുള്ളവർ. അതിനെയാണ് നമ്മൾ ഈ പ്രവാചകൻ എന്ന് പറയുന്നത്. പക്ഷേ അതിന് നമുക്ക് നബി അല്ലെങ്കിൽ റസൂൽ അങ്ങനെയുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അള്ളാഹു തിരഞ്ഞെടുക്കുന്നതാണ്. അതല്ലാത്ത ആളുകൾ ഭാവി പ്രവചിക്കാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ ഊഹത്തിലൂടെ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ കഴിവുള്ളവർ. കാരണം അവർക്ക് വഹ്യ് അല്ലെങ്കിൽ അവർക്ക് ഉൾവിളി ഉണ്ടാവും, അതിലൂടെയാണ് അവരത് പറയുന്നത്. അള്ളാഹു കൊടുക്കുന്നതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ശരിയാവുകയും ചെയ്യും. നമ്മുടെ പിൻഗാമികളിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് ആകുന്നു. ഓരോ സമുദായത്തിലും ഒരു മുഹദ്ദിസ് ഉണ്ടാവും. മുസ്ലിങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ റസൂലിൻ്റെ സമുദായമായ നമ്മുടെ ഈ സമുദായത്തിൽ ആകെ ഒരു മുഹദ്ദിസേ ഉള്ളൂ, അത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. അതിനെപ്പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിനോട് മലക്കുകൾ സംസാരിക്കും. അപ്പോൾ അത് കേൾക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ അങ്ങനെ ആൾക്ക് ഉള്ളത് തോന്നും, അത് ചെയ്യും അല്ലെങ്കിൽ അത് പറയും. അതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത. നമ്മുടെ സമുദായത്തിലെ മുഹദ്ദിസ് ആണ്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إنه قد كان فيما مضى قبلكم من الأمم محدثون وإنه إن كان في أمتي هذه منهم فإنها عمر بن الخطاب. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ബനു ഇസ്രായേലിൽ നിന്നുള്ള ഒരു ആളുണ്ടായിരുന്നു, അയാൾ 99 പേരെ കൊന്നു. ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കഥകളാണ് ഉസ്താദുമാരുടെ ആളുകളിൽ. അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. ഒരു മാനസാന്തരം വന്നു, അയാൾ പശ്ചാത്തപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ തൗബ സ്വീകരിക്കുമോ എന്നറിയാൻ വേണ്ടി ആളുകളോട് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഒരു സന്യാസി, അല്ലെങ്കിൽ അന്നത്തെ രീതിയിലുള്ള മുസ്ലിമാണ്, ഒറ്റപ്പെട്ട് താമസിക്കുന്നു, കുടുംബവും ഭാര്യയൊന്നുമില്ല, കല്യാണം കഴിക്കാതെ. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ പള്ളിയിലച്ഛൻ അതുപോലെ കന്യാസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം, അല്ലാഹു ആലം. പക്ഷേ അന്നത്തെ കാലത്തെ മുസ്ലിങ്ങളിൽ ഏകാന്ത ജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ എളുപ്പത്തിൽ പറയുന്നത് സന്യാസ ജീവിതം നയിക്കുന്ന എന്ന് പറയാം, മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ ഇറങ്ങിയത്, എൻ്റെ തൗബ സ്വീകരിക്കുമോ, ഞാൻ 99 പേരെ കൊന്നു. അന്നത്തെ സീരിയൽ കില്ലർ. അപ്പോൾ ആദ്യം കണ്ട സന്യാസി അല്ലെങ്കിൽ ഏകാന്ത ജീവിതം നയിക്കുന്ന നല്ലവനായ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യന് ദേഷ്യം വന്നു, ആ സന്യാസിയായ പണ്ഡിതനെയും കൊന്നു കളഞ്ഞു. അപ്പോൾ അയാൾ 100 പേരെ കൊന്നു. അങ്ങനെ അയാൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഒരു മനുഷ്യൻ പറഞ്ഞു, നീ ഇന്ന ഒരു ഗ്രാമമുണ്ട്, അവിടെ നിന്ന് ചെന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അങ്ങോട്ടേക്ക് പോയി. പക്ഷേ ആ വഴിയിലായിരിക്കുമ്പോൾ തന്നെ അയാൾ മരിച്ചുപോയി. ആ മരിക്കുന്ന സമയത്ത് അയാളുടെ നെഞ്ച് ആ ഗ്രാമത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ എവിടെയാണ് ആ ഗ്രാമം ഉള്ളത് ആ ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നു. അയാൾക്ക് അവിടെ ചെന്നാൽ തൗബ അല്ലെങ്കിൽ പശ്ചാത്താപം കിട്ടും, അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അനുഗ്രഹത്തിൻ്റെ മലക്കുകളും ശിക്ഷയുടെ മലക്കുകളും, അതായത് റഹ്മത്തിൻ്റെ മലക്കുകളും അദാബിൻ്റെ മലക്കുകളും തമ്മിൽ വഴക്കായി. ആരാണ് ഇയാളുടെ മരിച്ചു കഴിയുമ്പോൾ ആത്മാവിനെ കൊണ്ടുപോവേണ്ടത് എന്ന്. കാരണം ലോകാവസാനത്തിൻ്റെ ഹദീസുകളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരാൾ മരിക്കുമ്പോൾ അയാൾ ചീത്ത മനുഷ്യനാണ്, ഈ നരകത്തിൽ നിന്നുള്ള മലക്ക് വരും, അവിടെ നിന്നുള്ള തുണിയും, അതായത് ചീഞ്ഞ നാറുന്ന തീ കത്തുന്ന തുണിയുണ്ട്, അതിൽ പൊതിഞ്ഞിട്ടാണ് ആത്മാവിനെ കൊണ്ടുപോകുന്നത്. അതുപോലെ സ്വർഗത്തിൽ നിന്നാണെങ്കിൽ നല്ല സുഗന്ധമുള്ള നല്ല തണുപ്പും ഒക്കെയുള്ള ഒരു തരം തുണി കൊണ്ടുവരും, സ്വർഗത്തിലെ നല്ല മൃദുലമായ തുണി, അതിൽ പൊതിഞ്ഞാണ് ആത്മാവിനെ കൊണ്ടുപോകുന്നത്. ഒരു പ്രസവത്തിന് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. നഴ്സ് അല്ലെങ്കിൽ വയറ്റാട്ടി, അതല്ലെങ്കിൽ ഡോക്ടർ അതിനെ നല്ലൊരു തുണിയിൽ പൊതിഞ്ഞ് നമുക്ക് തരും. അതാണ് നമുക്ക് ഊഹമായിട്ട് എടുക്കാവുന്നത്. അപ്പോൾ മലക്കുകൾ വരുന്നു, ആ ആത്മാവിനെ പൊതിഞ്ഞെടുക്കുന്നു. നല്ല ആത്മാവാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള തുണിയും സുഗന്ധവും, ചീത്ത ആത്മാവാണെങ്കിൽ നരകത്തിൽ നിന്നുള്ള തുണിയും ദുർഗന്ധവും ഉണ്ടാവും. അള്ളാഹു നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതൊരു കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ്, അങ്ങനെ സംഭവിപ്പിച്ചതുമാണ്. അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ചിട്ടാണ് മലക്കുകൾ വരുന്നത്. അള്ളാഹുവിൻ്റെ ഉത്തരവില്ലാതെ ഒരു മലക്കും ഭൂമിയിലേക്ക് വരാറില്ല. അപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകളോട് അള്ളാഹു പറഞ്ഞു, നമ്മളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ചെല്ലുക, അവിടെ ഒരു നല്ല മനുഷ്യൻ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രോട്ടോക്കോളും പ്രൊസീജിയറും അനുസരിച്ചിട്ട് 100 കണക്കിന് ആയിരക്കണക്കിന് മലക്കുകളും പരിവാരങ്ങളും ഒക്കെ ആയിട്ട് എഴുന്നള്ളിച്ച് വരികയാണ്, സന്തോഷത്തോടുകൂടി റെഡിയായിട്ട്. അതേസമയം അള്ളാഹു
അദാബിൻ്റെ മലക്കുകളോട് പറഞ്ഞു, അത് ഒരു ചീത്ത 100 മനുഷ്യനെ കൊന്ന ഒരാൾ ഇവിടെ വരുന്നുണ്ട്, ചെല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 കൂട്ടം മലക്കുകളും വന്നു കഴിഞ്ഞിട്ട് ആത്മാവിനെ പിടിക്കാൻ നോക്കുവാണ്. അപ്പോഴാണ് തർക്കം വരുന്നത്. കാരണം 2 പേരുടെയും കണക്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, തെളിവുകളുണ്ട്, അവർക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ തർക്കമായി, അല്ലെങ്കിൽ വഴക്കായി. അള്ളാഹു എന്നിട്ട് ആ ഗ്രാമത്തിനോട് ഉത്തരവിട്ടു, അയാൾ എങ്ങോട്ടാണോ പോയിരുന്നത്, അതായത് അവിടെ ചെന്നാൽ ഒരു പണ്ഡിതനുണ്ട്, അയാളോട് ചോദിച്ചാൽ അയാൾ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ അവിടെ ചെന്ന് തൗബ കിട്ടും, തൗബ സ്വീകരിക്കും എന്ന് വിചാരിച്ചു പോകുന്ന ആ ഗ്രാമത്തിനോട് പറഞ്ഞു, അയാളുടെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. അതുപോലെ അയാൾ എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത് ആ ഗ്രാമത്തിനോട് പറഞ്ഞു, നീ ദൂരേക്ക് പോകൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ മരിച്ച സ്ഥലത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തുള്ള ഗ്രാമം വരികയും ആ മരിച്ച സ്ഥലത്തിൻ്റെ അവിടെ നിന്നും ദൂരേക്ക് അദ്ദേഹം യാത്ര ചെയ്ത അല്ലെങ്കിൽ യാത്ര തുടങ്ങിയ ആ ഗ്രാമം മാറിപ്പോവുകയും ചെയ്തു. എന്നിട്ട് അല്ലാതെ ആ മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല, അളന്നു നോക്ക് എന്ന് പറഞ്ഞു. എവിടെ നിന്നാണോ അവൻ യാത്ര തുടങ്ങിയത്, ഇപ്പോൾ മരിച്ചത് എവിടെയാണ്, അതുപോലെ എവിടേക്കാണ് യാത്ര പോകുന്നത്, മരിച്ച സ്ഥലമായിട്ടുള്ള ദൂരം. അങ്ങനെ അവർ അളന്നു കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാണോ പോയിക്കൊണ്ടിരുന്നത് അവിടേക്ക് ഒരു അളവ് കുറവായിട്ട് കണ്ടു. അപ്പോൾ അവർ മുഴം അല്ലെങ്കിൽ അടി അല്ലെങ്കിൽ മീറ്ററിലാണ് അളന്നത് നമുക്ക് ഊഹിക്കാം നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ 1 മീറ്റർ അല്ലെങ്കിൽ 1 അടി അടുത്താണ്. പുറത്തുള്ളത് 99 അടിയാണെങ്കിൽ അവിടെ 98 അടിയേ ഉള്ളൂ. അങ്ങനെ ഒരു ഉദാഹരണം. അങ്ങനെ അയാൾക്ക് പുറത്തു കൊടുക്കപ്പെട്ടു. അപ്പോൾ അതായത് അള്ളാഹു 2 കൂട്ടം മലക്കുകളെയും അയച്ചു നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഭൂമിയോട് ഒരു സ്ഥലത്ത് ചുരുങ്ങാൻ പറഞ്ഞു, വേറൊരു സ്ഥലത്ത് ഭൂമിയോട് വലുതാവാൻ പറഞ്ഞു. അപ്പോൾ ആ ദൂരം ശരിക്കും പറഞ്ഞാൽ അയാൾ തിന്മയോടടുത്തായിരുന്നു. എന്നിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അപാരമായതുകൊണ്ട് അയാളെ തിന്മയിൽ നിന്ന് അകലേക്ക് മാറ്റി, നന്മയുടെ അടുത്തേക്ക് മാറ്റി. എന്നിട്ട് അയാൾക്ക് സ്വർഗം കൊടുത്തു. അപ്പോൾ അള്ളാഹു നിന്ന് ഇപ്പോൾ തോന്നിയ പോലെയൊക്കെ സ്വർഗം തരും. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസ് നടന്നിരിക്കുന്നത്. അല്ലാതെ മലക്കുകൾ തമ്മിൽ തർക്കം വരേണ്ട ഒരു കാര്യവും ഇല്ല. അൻ അബി സഈദ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കാന ഫീ ബനി ഇസ്രാഈല റജുലുൻ ഖതല 99 ഇൻസാനൻ ثم خرج يسأل فأتى راهبا فسأله فقال له توبة قال لا فقتله فجعل يسأل فقال له رجل ائتي قرية كذا وكذا فأدركه الموت فناء بصدره نحوها اختصمت فيه ملائكة الرحمة وملائكة العذاب فأوحى الله إلى هذه أن تقربي وأوحى إلى هذه أن تباعدي وقال قيسوا ما بينهما فوجد إلى هذه أقرب بشبر فغفر له. അപ്പോൾ നമുക്കും വളരെയധികം പുറത്തു തരും. അത്രയധികം പുറത്തു കൊടുക്കുന്ന അള്ളാഹുവാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കരിച്ചു, അല്ലെങ്കിൽ പ്രഭാത നമസ്കാരം നമസ്കരിച്ചു. എന്നിട്ട് ആളുകൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ പശുവിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യുകയും അതിനെ അടിക്കുകയും ചെയ്തു. അപ്പോൾ പശു പറഞ്ഞു, ഞങ്ങളെ ഇതിനു വേണ്ടി സൃഷ്ടിച്ചതല്ല, ഞങ്ങളെ നിലം ഒഴുകുന്നതിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ പശു എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഒരു പക്ഷേ കാളയെ ആയിരിക്കും അത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കറവ തീർന്ന പശു. ഇപ്പോൾ ഏതാണെങ്കിലും ആവാം, അല്ലാഹുവാലും അത്ര വലിയൊരു പ്രശ്നമല്ല. പശു അല്ലെങ്കിൽ കാള അല്ലെങ്കിൽ മൂരി, അതിൻ്റെ പുറത്ത് ഒരാൾ യാത്ര ചെയ്യുന്നു, അതിനെ അടിക്കുന്നു. അപ്പോൾ അത് പറയാണ്, എനിക്ക് ആളെ ചുമന്നുകൊണ്ട് പോകുന്ന പണിയല്ല അറിയാവുന്നത്, എനിക്ക് നിലം ഒഴുകുക എന്ന പണിയാണ് അറിയാവുന്നത്. അപ്പോൾ ആളുകൾ അവിടെ നിന്ന് സഹാബാക്കളൊക്കെ അത്ഭുതത്തോട് പറഞ്ഞു, അള്ളാഹുവിന് സ്തുതി, സംസാരിക്കുന്ന പശുവോ എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ അബൂബക്കറും ഉമറും വിശ്വസിക്കുന്നു. പക്ഷെ അവർ 2 പേരും അവിടെ ഉണ്ടായിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു, ഒരിക്കൽ ഒരു മനുഷ്യൻ ആട് നോക്കുകയായിരുന്നു, ആടുകളുടെ കൂട്ടത്തിലായിരുന്നു. ഒരു ചെന്നായി വന്നു അതിനെ ആക്രമിച്ചു. എന്നിട്ട് ഒരു ആടിനെ പിടിച്ചുകൊണ്ട് പോയി. ആ മനുഷ്യൻ ആ ചെന്നായിൻ്റെ പുറകൊക്കെ ഓടി ചെന്ന് പിടിച്ച് ആ ആടിനെ രക്ഷപ്പെടുത്തി ചെന്നായിൻ്റെ വായിൽ നിന്നും. അപ്പം ചെന്നായി പറഞ്ഞു, നീ ആടിനെ എൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തി, സമ്മതിച്ചു. പക്ഷേ ഒരു കാലം വരാനുണ്ട്, വന്യമൃഗങ്ങളുടെ കാലം. അപ്പോൾ ആട്ടിടയനും ഉണ്ടായിരിക്കുകയില്ല, അന്നേരം ഞാനായിരിക്കും ആട്ടിടയൻ. അപ്പോൾ നീ എങ്ങനെ ആടുകളെ രക്ഷിക്കും? ലോകാവസാനത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കളെ അത്ഭുതത്തോടു കൂടി അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി, സംസാരിക്കുന്ന ചെന്നായോ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ ഞാൻ വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ അബൂബക്കറും ഉമറും വിശ്വസിക്കുന്നു. പക്ഷേ ആ സമയത്ത് അവർ 2 പേരും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഹദീസ് 3-ാമത്തെ വാല്യത്തിൽ 2324-ലും 5-ാമത്തെ വാല്യത്തിൽ 3663-ലും ഉണ്ട്. ഈ ഹദീസിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും
അസിദ്ദീഖും അൽ ഫാറൂഖും വിശ്വസിക്കുമായിരുന്നു. അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. അത് റസൂല് തെളിവായിട്ട് പറയുകയാണ്. റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാതെ സംശയം പശു സംസാരിക്കുമോ അതല്ലെങ്കിൽ ചെന്നായ സംസാരിക്കുമോ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ സംഭവിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അതായിരുന്നു അവരുടെ സ്വഭാവം. അത് റസൂലിനറിയാം. അത് റസൂൽ സർട്ടിഫൈ ചെയ്യുകയാണ്. ഇവർ ചെറിയ ടീമൊന്നുമല്ല, അൽ സിദ്ദീഖും അൽ ഫാറൂഖും എന്ന് പറയുന്ന വലിയ ടീമാണ് എന്ന് സ്ഥാപിക്കുകയാണ് റസൂൽ തന്നെ. عن أبي هريرة رضي الله عنه قال صلي رسول الله صلى الله عليه وسلم صلاة الصبح ثم أقبل على الناس فقال بين رجل يسوق بقرا إذا ركبها فضربها فقالت إنا لم نخلق لهذا إنما خلقنا للحرث فقال الناس سبحان الله بقرة تكلم فقال فإني أؤمن بهذا أنا وأبو بكر وعمر وما هما ثم وبينما رجل في غنمه إذا ذا الذئب فذهب منها بشاة فطلب حتى كأنه استنقذها منه فقال له الذئب هذا استنقذتها مني فمن لها يوم السبع يوم لا راعي لها غيري فقال الناس سبحان الله ذئب يتكلم قال فإني أؤمن بهذا അന അബൂബക്കർ ഉമർ വമാഹുമ സമ്മ. മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഈ ചെന്നായ ആട്ടിടയനോ സംസാരിച്ചു എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിലായിരുന്നു. അൽ മദീനയ്ക്കടുത്ത് എവിടെയോ ആയിരുന്നു. അത് മസ്നദ് ഇമാം അഹ്മദിൽ, മസ്നദ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഇതിലൊക്കെ വന്നിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, ഒരു ആട്ടിടയൻ ആളുടെ ആട്ടുംകൂട്ടത്തോടൊപ്പം ആയിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ചെന്നായി അവിടേക്ക് ഓടി വന്നിട്ട് ഒരു ആടിനെ പിടിച്ചുകൊണ്ട് പോയി. ആട്ടിടയൻ ആ ചെന്നായയെ പുറകെ ഓടിച്ച് എന്നിട്ട് ആ ആടിനെ തിരിച്ചു പിടിച്ചു. അപ്പോൾ ചെന്നായ വാലിൽ കുത്തിയിരുന്നു, അത് മനുഷ്യരൊക്കെ ഇരിക്കുന്നത് പോലെ ഇരുന്നു. എന്നിട്ട് ആട്ടിടയനോട് സംസാരിച്ചു, അള്ളാഹുവിനെ ഭയക്കുക, നീ എനിക്ക് അള്ളാഹു തന്ന ആഹാരത്തിനെയാണ് പിടിച്ചു പറിച്ചിരിക്കുന്നത്, അതായത് ഇന്ന് എനിക്ക് കഴിക്കാൻ വേണ്ടി അള്ളാഹു തന്നതിനെയാണ് നീ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, എന്ത് അത്ഭുതകരമായ കാര്യം, ഒരു ചെന്നായ അതിൻ്റെ വാലിൽ ഇരിക്കുന്നു, മനുഷ്യൻ ഒക്കെ ഇരിക്കുന്നത് പോലെ, എന്നിട്ട് മനുഷ്യനോട് അവൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു. അപ്പോൾ ചെന്നായ പറഞ്ഞു, ഞാൻ നിന്നോട് ഇതിലും അത്ഭുതകരമായ ഒരു കാര്യം പറയട്ടെ, അവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ആളുണ്ട്, ആള് അള്ളാഹുവിൻ്റെ റസൂൽ ആണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യസ്രിബിലാണ് ഉള്ളത്, അതായത് അൽ മദീന, അതിൻ്റെ പഴയ പേരാണ് യസ്രിബ് എന്നുള്ളത്. അദ്ദേഹം അവിടുത്തെ ആളുകൾക്ക് പഴയ കാലഘട്ടത്തിൽ നിന്നുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ആ ആട്ടിടയൻ അൽ മദീനയിലേക്ക് യാത്ര തിരിച്ചു, അദ്ദേഹത്തിൻ്റെ ആടുകളെയും തെളിച്ചുകൊണ്ട്. അങ്ങനെ അദ്ദേഹം അൽ മദീനയിൽ പ്രവേശിച്ചു. ആടിനെ ഒരു മൂലയ്ക്ക് ഒതുക്കി നിർത്തി, അല്ലെങ്കിൽ കെട്ടിയിട്ടു, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ തട വെച്ച് നിർത്തി. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക്, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഈ വിവരം മുഴുവൻ, അല്ലെങ്കിൽ നടന്ന കഥ മുഴുവൻ പറഞ്ഞ് കേൾപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ അദ്ദേഹം ബാങ്ക് വിളിച്ച് ആളുകളെ വിളിച്ചു കൂട്ടാറുണ്ടായിരുന്നു, അതായത് നമസ്കാരത്തിന് വിളിക്കുന്നത് പോലെ. എന്നിട്ട് അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു, ആട്ടിടയനോട് പറഞ്ഞു, നീ എന്നോട് പറഞ്ഞ കഥ ഈ ആളുകളോട് മുഴുവൻ പറയൂ. അങ്ങനെ അദ്ദേഹം അത് അവരെ അറിയിച്ചു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആട്ടിടയൻ സത്യം പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നത് സത്യമാണ്. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അയാളാണ് സത്യം, അതായത് അള്ളാഹു ആണ് സത്യം. ഖിയാമത്ത് നാളെ വരികയില്ല വന്യമൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്നത് വരെ, അതായത് മൃഗങ്ങളെ തിന്ന് ജീവിക്കുന്ന മാംസാഹാരികളായ വന്യമൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്നത് വരെ. ഇതുകൂടാതെ വടിയും ചാട്ടയും പാദരക്ഷകളുടെ വള്ളികൾ, അതായത് ഷൂവിൻ്റെ ലേസ്, ഇതെല്ലാം മനുഷ്യനോട് സംസാരിക്കും. അവൻ്റെ തുട, കാലിൻ്റെ തുട അവൻ്റെ കുടുംബത്തെ പറ്റി അവൻ അറിയിക്കും, എന്താണ് അവൻ വീട്ടിൽ നിന്നും പോകുന്നതിന് ശേഷം അവിടെ നടന്നത് എന്ന്. അപ്പോൾ അതായത് അവിടുത്തെ എന്തോ ക്യാമറ പോലത്തെയോ അല്ലെങ്കിൽ CCTV പോലത്തെ എന്തോ ഒരു സിസ്റ്റം നമുക്കങ്ങനെ മനസ്സിലാക്കാനേ വഴിയുള്ളൂ. പക്ഷേ തുടയിൽ നിന്നാണ് ആൾക്ക് വിവരം കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇനി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ വരാനുണ്ടാവും, തുടയിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്മിറ്ററോ റിസീവറോ അല്ലെങ്കിൽ ബ്ലൂടൂത്തോ എന്തെങ്കിലുമൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തെടുക്കുന്നു, കുടുംബം എന്തെടുക്കുന്നു, ഇതൊക്കെ അറിയാൻ പറ്റും വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം. മൂന്നാമത്തെ വാല്യത്തിൽ 2326 നമ്മൾ കണ്ടതാണ്. 5-ൽ 3663 ഇത് വീണ്ടും ആവർത്തിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു മനുഷ്യൻ ഒരു കഷ്ണം
അല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമി വാങ്ങിച്ച ആള് ആ ഭൂമിയിൽ ഒരു മൺപാത്രം നിറയെ സ്വർണം ഉള്ളതായി കണ്ടു. അപ്പോൾ സ്വർണ്ണ നാണയങ്ങളൊക്കെ, നിധി എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയാവുന്ന എന്തോ ഒരു സാധനം. വാങ്ങിച്ച ആള് മുസ്ലിം ആയിരിക്കും ഉറപ്പായിട്ടും. കാരണം ബനി ഇസ്രായേലിൽ നിന്നുള്ള ആളുകളെ പറ്റിയിട്ടും അതിൻ്റെ കഥകളും അത് പറയുന്നതിൻ്റെ മഹത്വവും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബനി ഇസ്രായേലിൽ നിന്നുള്ള നല്ലവനായ ഒരു മുസ്ലിമായ മനുഷ്യനായിരുന്നു അത് വാങ്ങിച്ചത്. വാങ്ങിച്ച ആൾ പറഞ്ഞു, ഞാനേ നിൻ്റെ അടുത്ത് നീ ഭൂമി മാത്രമേ മേടിച്ചിട്ടുള്ളൂ, സ്വർണം മേടിച്ചിട്ടില്ല, അതുകൊണ്ട് നീ നിൻ്റെ സ്വർണം എടുത്തുകൊള്ളുക. പക്ഷെ വിറ്റ ആൾ അതിലും നല്ല മുസ്ലിം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് ഭൂമിയും ഭൂമിയിലുള്ള സകലതും ചേർത്താണ് വിറ്റത്, അല്ലാതെ വിലപിടിപ്പുള്ളത് തിരിച്ചു തരണം എന്നുള്ള വ്യവസ്ഥയിലല്ലല്ലോ വിറ്റത്. അങ്ങനെ അത് തർക്കമായി. രണ്ടാളും അത് സ്വീകരിക്കുന്നില്ല. ഒരു മൺപാത്രം നിറയെ സ്വർണ്ണ നാണയങ്ങളാണ് ഇട്ട് തട്ടുന്നത്. നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കഥ, ഇത് ഊഹിക്കാൻ പറ്റാത്ത കഥയാണ്. അങ്ങനെ രണ്ടുപേരും ആ കേസ് ജഡ്ജിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ അടുത്തേക്കോ കൊണ്ടുപോയി. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? അവർ പറഞ്ഞു, എനിക്ക് ഒരു ആൺകുട്ടിയുണ്ട്. അടുത്തയാൾ പറഞ്ഞു, എനിക്ക് ഒരു പെൺകുട്ടിയുണ്ട്. തർക്കപരിഹാരത്തിനായി ആരുടെ അടുത്തേക്കാണോ ചെന്നത് ആ മനുഷ്യൻ പറഞ്ഞു, ഈ ആൺകുട്ടിയെ കൊണ്ട് നിന്റെ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുക. അതായത് രണ്ടുപേർക്കും മക്കളുണ്ട്, ഒരാൾക്കൊരു ആൺകുട്ടിയാണ്, ഒരാൾക്ക് പെൺകുട്ടിയാണ്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിപ്പിക്കുക, ആ പൈസ അവരുടെ മേൽ ചിലവഴിക്കുക, ബാക്കി ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് ദാനം ചെയ്യുക. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ്തറ റജുലുൻ മിർ റജുലിൻ അഖാറൻ ലഹു ഫവജദ റജുലു അല്ലദി ഇശ്തറ അഖാറ ഫീ അഖാരിഹി ജറത്തൻ ഫിഹാ ദഹബൻ ഫഖാല ലഹു അല്ലദി ഇശ്തറ അഖാറ ഖുദ് ദഹബക മിന്നി ഇന്നമാ ഇസ്തരീതു മിൻകൽ അർദ വലം അത്ബഅ മിൻക ദഹബ وقال الذي له الأرض إنما بعتك الأرض وما فيها فتحاكما إلى رجل فقال الذي تحاكما إليه ألكما ولد قال أحدهما لي غلام وقال الآخر لي جارية قال أنكحوا الغلام الجارية وأنفقوا على أنفسهما منه وتصدق. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.